Good afternoon. മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ സെഷനാണെന്നത്. നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ക്ലാസിഫിക്കേഷൻ, ആ ലിസ്റ്റൊക്കെ നമ്മളൊന്ന് പറഞ്ഞു. അതുപോലെ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻ, അതുപോലെ പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ എന്നിവയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ ബാക്കി വരുന്ന ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഒരു ലിസ്റ്റിലെ മൂന്നാമത്തെ ആളായിരുന്നു അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ. സോ നമുക്ക് ഫസ്റ്റ് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ ഈസ് larger and heavier than a sensitive drilling machine. നമുക്കറിയാം സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീന് വളരെ അതിൽ ചെയ്യാൻ പറ്റുന്ന വർക്ക് ലേറ്റ് ജോബ്സ് ആണ്. ലേറ്റ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഹെവിയർ വർക്കുകളൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ മാക്സിമം നമുക്ക് അതിൽ പറ്റുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു 15 mm വരെയാണ്. അപ്പോൾ വളരെ ചെറിയ ഡയമീറ്ററിലുള്ള ഹോൾസ് ഡ്രില്ല് ചെയ്യാനാണ് നമ്മൾ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്നത്. ആ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനെക്കാട്ടും വളരെ ലാർജറും അതുപോലെ തന്നെ ഹെവിയറുമായിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് മെഷീനാണ് അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ. സോ ഇവിടെ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടുത്തെ ലൈറ്റ് ജോബ്സിനെക്കാട്ടും ഒന്നും കൂടി മീഡിയം സൈസ് ആയിട്ടുള്ള, മീഡിയം ഹെവി അല്ല, ഹെവി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു മീഡിയം സൈസിൽ വർക്ക് പീസസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഹാൻഡ്ലിംഗ് മീഡിയം സൈസ്ഡ് വർക്ക് പീസ്. ഓക്കെ, പിന്നെ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ പ്യുവർലി ഹാൻഡ് കൺട്രോളാണ്. നമ്മൾ ഡ്രിൽ ബിറ്റിനെ ഫീഡ് ചെയ്യുന്നത് പ്യുവർലി ഹാൻഡ് ഫീഡാണ്. അവിടെ ഓട്ടോമാറ്റിക് ഫീഡ് അല്ലെങ്കിൽ പവർ ഫീഡ് ഇല്ല. എന്നാൽ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനിൽ എന്തുണ്ട്, ഇറ്റ് ഈസ് സപ്ലൈഡ് വിത്ത് എ പവർ ഫീഡ് അറേഞ്ച്മെൻറ്റ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പവർ ഫീഡ് അറേഞ്ച്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ഫീഡിങ് നമുക്ക് എന്ത് ചെയ്യാം, ഫീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് അത് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മുടെ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനിലുണ്ട്. അതുപോലെ തന്നെ എ ലാർജ് നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ്സ് ആൻഡ് ഫീഡ്സ് മേ ബി അവൈലബിൾ ഫോർ ഡ്രില്ലിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്. സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനിലാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പിൻഡിൽ സ്പീഡുകളും അതുപോലെ ഫീഡുകളും. ഫീഡ് എന്ന് പറയുന്നത് പ്യുവർലി ഹാൻഡ് കൺട്രോൾ ആയിട്ട് അവിടെ വേരിയസ് ടൈപ്പ് ഫീഡുകളൊന്നും നമുക്ക് എന്തല്ല അവൈലബിൾ ഒന്നും അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ് ടൈപ്സ്, ഫീഡിൻ്റെ റേഞ്ച് നമുക്ക്, അല്ലെങ്കിൽ ഫീഡുകളുടെ എണ്ണം മാറ്റാം, അല്ലെങ്കിൽ ഫീഡിൻ്റെ അളവ് മാറ്റി കൊടുക്കാം, അതുപോലെ സ്പീഡ് എന്ത് ചെയ്യാം, ചേഞ്ച് കൊടുക്കാം. അപ്പോൾ സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനെക്കാട്ടും കൂടുതൽ എന്ത് ചെയ്യാം, സ്പിൻഡിൽ സ്പീഡുകൾ, നമ്മളെ ഡ്രില്ലിൻ്റെ സ്പീഡ്, ഡ്രില്ല് റൊട്ടേറ്റ് ചെയ്യുന്ന ആ റൊട്ടേഷണൽ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനെക്കാട്ടും കുറച്ച് കൂടുതൽ റേഞ്ച് ഓഫ് സ്പീഡുകൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനിൽ കിട്ടും. ഓക്കെ, അതുപോലെ ഫീഡ് നമുക്ക് അവിടെ കിട്ടും. ഇനി നമ്മൾ പറഞ്ഞിരുന്നു 2 ടൈപ്പാണ് അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ ഉള്ളത്. ഒന്ന് റൗണ്ട് കോളം ഓർ പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ. റൗണ്ട് കോളം ഓർ പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ. മറ്റേതെന്താണ്, ബോക്സ് കോളം സെക്ഷൻ. ഓക്കെ, എന്താണ് ബോക്സ് കോളം സെക്ഷൻ. ഇപ്പോൾ 2 ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനാണ് നമുക്കുള്ളത് അപ്രൈറ്റിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് വൺ റൗണ്ട് കോളം ഓർ പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചിട്ടാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബോക്സ് കോളം പറയുന്നുണ്ട്, ബട്ട് അതിൻ്റെ ഫിഗറൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത്ര ഡീറ്റെയിൽ ആയി നോക്കുന്നില്ല. നമ്മൾ റൗണ്ട് കോളം ഓർ പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈൻ സ്കെച്ച് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും എന്ത് ചെയ്യണം, എല്ലാവരും പഠിച്ചിരിക്കണം. അതിൽ ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഫിഗർ കംപ്ലീറ്റ് പഠിച്ചിരിക്കുക. ലൈൻ സ്കെച്ചാണ്. ഓക്കെ, ഫിഗർ പഠിക്കുന്ന സമയത്ത് വെറുതെ അങ്ങനെ ഫിഗർ അതേപടി കാണാപ്പാടാൻ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. അതിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ആ ഫിഗർ
മനസ്സിലാക്കിയിട്ട് വരയ്ക്കണം. അല്ലാതെ വെറുതെ കാണാപ്പാഠം പഠിച്ചിട്ട് എന്ത് ചെയ്യരുത്, വരയ്ക്കരുത്. ഓക്കെ. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ഇതിൻ്റെ വർക്കിംഗ് എന്താണ്, അപ്പോൾ അതിനനുസരിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഇതിനുണ്ട്, എല്ലാ മെഷീനും എന്തൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വരയ്ക്കണം. ഓക്കെ. ചിലപ്പോൾ ഷേപ്പിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന വെച്ചാൽ വ്യത്യാസമാണ്, അതൊന്നും ഒരു പ്രശ്നമല്ല. ലൈൻ സ്കെച്ചാണ്, ലൈൻ സ്കെച്ച്. ഓക്കെ. കാര്യം എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനിൽ റൗണ്ട് കോളം ഓർ പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇതിൽ എന്തെല്ലാം പാർട്സുകളാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബെവൽ ഗിയർ ഡ്രൈവ് ടു സ്പിൻഡിൽ. ഇവിടെ കാണാം ബെവൽ ഗിയർ ഡ്രൈവ് ടു സ്പിൻഡിൽ. സ്പിൻഡിൽ എന്ന് പറയുന്നത് ഇതാണ്, അറിയാമല്ലോ. സ്പിൻഡിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. സ്പിൻഡിലാണ് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ സ്പിൻഡിലേക്ക് ഡ്രിൽ ബിറ്റിനെ ഏതെങ്കിലും ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് ആ സ്പിൻഡിലുമായിട്ട് നമ്മൾ ഡ്രിൽ ബിറ്റിനെ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്ത് നിർത്തുന്നത്. അതുവഴിയാണ് സ്പിൻഡിൽ കറങ്ങുമ്പോൾ നമ്മൾ ഡ്രിൽ ബിറ്റ് കറങ്ങുന്നത്. അപ്പോൾ ആ സ്പിൻഡിലിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബെവൽ ഗിയർ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ബെവൽ ഗിയർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയിൽ ഇവിടെ പവറിനെ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുന്ന പവറിനെ 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യാണ്, ഈ കാണുന്ന ഗിയറിലേക്ക് കിട്ടുകയാണ്. ഓക്കെ. ഇത് ഇവിടെ ഇങ്ങനെ കടന്ന് കറങ്ങുമ്പോൾ ആ കറക്കം എന്ത് ചെയ്യണം, ഇവിടെ ഈ സ്പിൻഡിലിന് കൊടുക്കുകയാണ്. സോ അതാണ് അവിടെ ബെവൽ ഗിയർ ഡ്രൈവ്. അങ്ങനെ ഒരു ബെവൽ ഗിയർ ഡ്രൈവ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, സെക്കൻഡ് സ്പിൻഡിലാണ്. പിന്നെന്താ, ഓവർ ഹെഡ് ഷാഫ്റ്റ്. ഇതാണ് ഓവർ ഹെഡ് ഷാഫ്റ്റ്. ഓവർ ഹെഡ് ഷാഫ്റ്റ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബെവൽ ഗിയർക്ക് ഡ്രൈവ് വരുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബാക്ക് സ്റ്റേ ആണ്. ദെൻ ഫൈവ് എന്താണ്, കൗണ്ടർ ഷാഫ്റ്റ് കോൺ പുള്ളി. ഇതാണ് കൗണ്ടർ ഷാഫ്റ്റ്. ഇവിടെ കാണാം, ഈ കാണുന്നതാണ് എന്ത്, കൗണ്ടർ ഷാഫ്റ്റ്. ഈ കൗണ്ടർ ഷാഫ്റ്റിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മോട്ടോർ യൂസ് ചെയ്തിട്ട് പവർ സപ്ലൈയിൽ നിന്ന് മോട്ടോർ വഴി മോട്ടോർ കറങ്ങി, മോട്ടോറിൽ അവിടെ ഗിയർ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാകും. ആ ഗിയർ വഴി എന്ത് ചെയ്യുന്നത്, ആ ഗിയറിലുള്ള ഷാഫ്റ്റ് വഴി എന്ത് ചെയ്യുന്നത്, നമുക്ക് പവർ കിട്ടുന്നത് ഈ കൗണ്ടർ ഷാഫ്റ്റിലേക്കാണ്. പവർ റിസീവ് ആവുന്ന എൻഡ് എന്ന് പറയുന്നത് ഈ കൗണ്ടർ ഷാഫ്റ്റാണ്. ഓക്കെ. അപ്പോൾ ആ കൗണ്ടർ ഷാഫ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലത്തെ സ്റ്റെപ്പ്ഡ് കോൺ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഓവർ ഹെഡ് ഷാഫ്റ്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ സ്റ്റെപ്പ്ഡ് കോൺ പുള്ളി ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് സ്റ്റെപ്പ്ഡ് കോൺ പുള്ളി പ്രൊവൈഡ് ചെയ്തത് നമുക്കറിയാം. എന്തിനാണ്, സ്പീഡ് വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലേ. ഇപ്പോൾ ഈ ഒരു ബെൽറ്റ് നോക്കുക, ഈ ഒരു ബെൽറ്റ് നമ്മൾ ഈ വലിയ ഒരു ഡയമീറ്ററിൽ ഇട്ടാൽ സ്വാഭാവികമായിട്ടും ഇത് ഒരു വട്ടം കറങ്ങുമ്പോഴേക്കും ഈ ചെറിയ ഡയമീറ്ററിലുള്ള ആളെന്ത് ചെയ്യും, കൂടുതൽ വട്ടം എന്ത് ചെയ്യും, കറങ്ങും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ, എന്നാൽ ഇവിടെ ഈ ചെറിയ സാധനത്തിലാണ്, ഈ ചെറിയ പുള്ളിയിലാണ്, ഈ പുള്ളീൻ്റെ ഈ ചെറിയ സൈഡിലാണ്, ഡയമീറ്റർ കുറഞ്ഞ ഈ സൈഡിലാണ് നിങ്ങൾ ഈ ബെൽറ്റിനെ ഇടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ വട്ടം കറങ്ങുമ്പോൾ ഈ പറയുന്ന പുള്ളി ഇതിൻ്റെ ഡയമീറ്റർ കൂടുതലായതുകൊണ്ട് അതെന്ത് ചെയ്യുള്ളൂ, കുറഞ്ഞ റൊട്ടേഷനെ അവിടെ കറങ്ങുള്ളൂ. ഓക്കെ. അത് നിങ്ങൾക്ക് അറിയുന്ന. സോ അങ്ങനെയാണ് ആ വേരിയബിൾ സ്പീഡ് അവിടെ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 കോൺ പുള്ളീസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ സിക്സ്ത് വൺ എന്താണ്, ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി. ഇതാണ് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി എന്ന് പറയുന്നത്. ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമ്മളെ കൗണ്ടർ ഷാഫ്റ്റിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാരണം കൗണ്ടർ ഷാഫ്റ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പവർ കിട്ടുന്നത്. അപ്പോൾ ആ പവർ റിസീവ് ആവുന്നത് ഈ കൗണ്ടർ ഷാഫ്റ്റിലേക്ക് പവർ എവിടെ നിന്നാണ് കിട്ടുന്നത്, മോട്ടോർ വഴിയാണ്. മോട്ടോറിൽ ഗിയേഴ്സ് കൊടുത്തിട്ടുണ്ടാകും, അവിടെ അതുപോലെ പുള്ളി കൊടുത്തിട്ടുണ്ടാകും. ആ പുള്ളിയിൽ നിന്ന് ബെൽറ്റ് വഴി എങ്ങോട്ടാണ് വരുന്നത്, ഈ പറയുന്ന ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പവർ വരുന്നത്. ഓക്കെ. ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളിയിലേക്കാണ് പവർ വരുന്നത്. ആ പവർ ഇവിടുത്തെ കൗണ്ടർ ഷാഫ്റ്റിന് കിട്ടും. കൗണ്ടർ ഷാഫ്റ്റ് കടന്ന് കറങ്ങുന്ന സമയത്ത് ആർക്ക് കിട്ടും ആ പവർ, ആ റൊട്ടേഷൻ ആർക്ക് കിട്ടും, ഈ കോൺ പുള്ളിക്ക് കിട്ടും. അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ കോൺ പുള്ളിയിലേക്ക് കിട്ടി, അത് ഇവിടുത്തെ ഷാഫ്റ്റിലേക്ക് കിട്ടി, ഈ ഗിയർ വഴി എന്ത് ചെയ്യുന്നു, ഈ സ്പിൻഡിലേക്ക് ലഭിക്കുന്നു. അതാണ് നമ്മളെ ആ ഡ്രൈവ്, ആ രീതിയിലാണ് അവിടെ ഡ്രൈവ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. സോ ഈ ആറാമത്തെ കൗണ്ടർ ഷാഫ്റ്റ് പുള്ളി നമ്മൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുക, കൗണ്ടർ ഷാഫ്റ്റിൽ ഒരു ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി? അവിടെ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു സിംഗിൾ ബെൽറ്റേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടിലായാലും ഒരു സിംഗിൾ ബെൽറ്റേ ഉണ്ടാവുള്ളൂ. ആ സിംഗിൾ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഈ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിൽ ഒരു പുള്ളി എന്തായിരിക്കും ഫാസ്റ്റ് ആയിരിക്കും, ഒരു പുള്ളി എന്തായിരിക്കും ലൂസ് ആയിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഇൻ കേസ് നമ്മളെ ഡ്രില്ലിംഗ് മെഷീനെ ഓഫ് ആക്കണം, ഡ്രില്ലിംഗ് മെഷീൻ ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പുള്ളിയിലെ ബെൽറ്റ്, ഈ കാണുന്ന പുള്ളിയിൽ ബെൽറ്റ് ചിലപ്പോൾ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കിടക്കുന്നത് ഫാസ്റ്റ് സൈഡിലായിരിക്കും, അതായത് ഫാസ്റ്റ് പുള്ളി സൈഡിലായിരിക്കും എന്ത് ചെയ്യുക, ഈ ഡ്രില്ലിംഗ് മെഷീനിലെ ബെൽറ്റ് അത് ഓൺ ചെയ്യുന്ന, അതായത് അത് വർക്ക് ചെയ്യുന്ന സമയത്ത് കിടക്കുന്നത് ഈ ഫാസ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ നമുക്കിത് ഓഫ് ആക്കണം, ഈ മെഷീൻ ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യണം, ആ ഡ്രില്ലിംഗ് മെഷീനെ എന്ത് ചെയ്യണം, നമ്മൾ പവറല്ല അവിടെ ഓഫ് ആക്കുന്നത്, ആ ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് അവിടെ വർക്കിംഗ്, അപ്പോൾ അതിലേക്ക് കിട്ടുന്ന പവർ അവിടെ റിസീവ് ചെയ്ത്, ആക്ച്വലി മോട്ടർ അവിടെ ഓഫ് ആക്കുന്നില്ല, നമുക്ക് ഡ്രില്ലിംഗ് മെഷീനിലേക്കുള്ള പവർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഈ ബെൽറ്റ്, ഈ ഫാസ്റ്റ് സൈഡിലുള്ള ബെൽറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ലൂസ് പുള്ളിയിലേക്ക് കൊടുക്കും, ലൂസ് പുള്ളിയിലേക്ക് ചേഞ്ച് ചെയ്തിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫൂട്ട് പെഡൽ കാണാം, ഒരു ഫൂട്ട് പെഡൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചേഞ്ച് ചെയ്യുന്നത് വഴി കണ്ടാൽ ഇവിടെ നമുക്ക് കാല് വെച്ചിട്ട് അമർത്തുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ ഫാസ്റ്റ് ആൻഡ് ലൂസ് കൗണ്ടർ ഷാഫ്റ്റിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ള ഈ പെഡൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് വഴി ആ ബെൽറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളീൻ്റെ മുകളിലൂടെ, ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളീൻ്റെ മുകളിൽ നിന്ന് ഫാസ്റ്റ് സൈഡിലേക്കോ ലൂസ് സൈഡിലേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ കഴിയും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടെ പോയിട്ട് മെഷീൻ്റെ അടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് സ്വിച്ച് ഓഫ് ആക്കാനോ അങ്ങനെയൊന്നും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫാസ്റ്റ് അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫൂട്ട് പടൽ വഴി അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് മെഷീനെ എപ്പോൾ എന്ത് ചെയ്യാം, മെഷീനെ നമുക്ക് ഓണാക്കേണ്ട സമയത്ത് ആ പുള്ളി നമ്മളെ ബെൽറ്റ് എന്ത് ചെയ്യണം, ലൂസ് പുള്ളി സൈഡിൽ നിന്ന് ഫാസ്റ്റ് സൈഡിലേക്ക് വരികയും അതേപോലെ തന്നെ അത് ഫാസ്റ്റ് സൈഡിൽ നിന്ന് അത് മെഷീനെ ഓഫാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഫാസ്റ്റ് സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം, ലൂസ് സൈഡിലേക്ക് ആ ബെൽറ്റിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഫാസ്റ്റ് ആൻഡ് കോൺ പുള്ളി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഓപ്പറേറ്റ് ചെയ്യാൻ, ആ ബെൽറ്റ് ചേഞ്ചിങ് അതിന് മുകളിൽ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഏഴാമതായിട്ട് നാലുണ്ട് ഫൂട്ട് പെഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 ബേസ് എന്ന് പറയുന്നത് എല്ലാം ഈ കംപ്ലീറ്റ് നമ്മൾ ഈ സ്ട്രക്ചറിനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ബേസ് ആണ്. അപ്പോൾ ബേസ് എന്തായിരിക്കണം, വളരെ ഹെവിയർ ആയിട്ടുള്ള ഒരു കാസ്റ്റ് സെക്ഷൻ ആയിരിക്കും എന്ത് ബേസ്. അത് നമ്മൾ എവിടെയാണ് മൗണ്ട് ചെയ്യുക, ബെഞ്ചിലല്ല ഇത് കൊണ്ടുപോയിട്ട് മൗണ്ട് ചെയ്യുന്നത്. ഇത് എവിടെയാണ് മൗണ്ട് ചെയ്യുന്നത്, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫ്ലോറിലാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് മൗണ്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഹെവിയർ ആയിട്ടുള്ള കുറച്ചും കൂടി സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനെക്കാട്ടും ഹെവിയർ ആയിട്ടുള്ള വർക്ക് പീസസ് നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നത്. എന്നാലും അതെന്താണ്, മീഡിയം സൈസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ 9th വൺ എന്താണ്, ടേബിൾ എലിവേറ്റിംഗ് ഹാൻഡിൽ. ഇവിടെ കാണാം ടേബിൾ എലിവേറ്റിംഗ് ഹാൻഡിൽ. ഇവിടെ ഇതാണ് നമ്മുടെ വർക്ക് ടേബിൾ. 13ാമത്തെ ആളാണ് എന്ത്, ടേബിൾ. അപ്പോൾ ഈ ടേബിള് നമുക്ക് ഈ കാണുന്ന കോളം, ഇതാണല്ലോ നമ്മുടെ കോളം എന്ന് പറയുന്നത് 14ാമത്തെ ആളാണ്. ഈ കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ കോളം എന്ന് പറയാം, അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, റൗണ്ടാണ് അല്ലേ, റൗണ്ട് കോളം, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന മറ്റൊരു എന്താണ്, പില്ലർ. അപ്പോൾ റൗണ്ട് സെക്ഷൻ ആയതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്, റൗണ്ട് കോളം അല്ലെങ്കിൽ പില്ലർ ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് നമ്മൾ ഈ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനെ അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കോളത്തിൻ്റെ മുകളിൽ, ഈ പറയുന്ന കോളത്തിൻ്റെ മുകളിൽ നമ്മളെ ഈ ടേബിളിന് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം, ആ ടേബിളിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വർക്ക് പീസ് വയ്ക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, ടേബിളിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വർക്ക് പീസിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഈ ടേബിളിൻ്റെ മുകളിൽ എന്താണ്, ഇത് എന്നിട്ട് ടേബിൾ എന്ത് ചെയ്യണം, ഈ കോളത്തിൻ്റെ മുകളിലും എന്ത് ചെയ്യണം, താഴോട്ട് മുകളിലേക്കും മൂവ് ചെയ്യണം. അപ്പോൾ അതിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇവിടെ ഒരു ടേബിൾ ക്ലാമ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിലേക്ക് താഴേക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാം. ദെൻ അതേപോലെ ഇവിടെ വേറൊരാളെയും കൂടി കൊടുത്തിട്ടുണ്ട്. 11ാമത്തെ ആൾ എന്താണ്, ടേബിൾ എലിവേറ്റിംഗ് ക്ലാമ്പ്. ടേബിൾ എലിവേറ്റിംഗ് ക്ലാമ്പ്, മറ്റേത് ടേബിൾ എലിവേറ്റിംഗ് ഹാൻഡിലാണ്. ഹാൻഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത് മൂവ് ചെയ്യിക്കാൻ, മുകളിലേക്ക് മൂവ് ചെയ്യിക്കാൻ, അത് ആ ഹാൻഡിൽ പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യിക്കുന്നത്.
അത് റൊട്ടേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മുകളിലേക്കോ താഴേക്കോ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാവുന്നത്, ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം മുകളിലേക്കും താഴേക്കും പോകുന്നത് എന്തുകൊണ്ടാണ്, അത് റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം, അതിന് വേണ്ടിയിട്ടുള്ള റാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കോളത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 10 എന്ന് പറയുന്നതാണ് അവിടുത്തെ റാക്ക്. ഓക്കെ, അപ്പോൾ റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻറ്റ് വഴി എന്ത് ചെയ്യും, ഇത് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യും. അത് ഒരു ഇത്. പിന്നെ ഇവിടെ 11 നമ്മളെന്താണ്, ടേബിൾ ക്ലാമ്പാണ്. 11 ടേബിൾ എലിവേറ്റിംഗ് ക്ലാമ്പാണ്. ഈ ക്ലാമ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് ഇതിനെന്ത് ചെയ്തു, മൂവ് ചെയ്ത് കൊണ്ടുവന്നാൽ അത് ആ പൊസിഷനിൽ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്ത് കിടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ടേബിൾ എലിവേറ്റിംഗ് ക്ലാമ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇവിടെ ആൾറെഡി എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ആമിനെ, ഈ ടേബിളിലുള്ള ഈ ടേബിൾ ആമിനെ നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ ടേബിൾ എലിവേറ്റിംഗ് ക്ലാമ്പ് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്താലേ അത് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുള്ളൂ. എന്നിട്ട് അത് ആ പർട്ടിക്കുലർ പൊസിഷനിൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ടേബിൾ ക്ലാമ്പ് അവിടെ ലോക്കാറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ റാക്ക് ഓൺ കോളം, 10 റാക്ക് ഓൺ കോളം, അത് നമ്മൾ പറഞ്ഞു. ടേബിൾ എലിവേറ്റിംഗ് ഹാൻഡിൽ നമ്മൾ പറഞ്ഞു. 13 ടേബിൾ പറഞ്ഞു. 14 കോളം പറഞ്ഞു. 15 ഹാൻഡ് വീൽ ഫോർ ക്വിക്ക് ഫീഡ്. ഇത് നമ്മൾ ക്വിക്ക് ഫീഡിന് വേണ്ടിയിട്ട് എന്താണ്, ഹാൻഡ് ഫീഡ് കൊടുത്തിരിക്കുകയാണ്. ക്വിക്ക് ഫീഡിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഹാൻഡ് ഫീഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഹാൻഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫീഡ് ചെയ്യാം. ബട്ട് ഇവിടെ എന്താണ്, നമ്മൾ ഓട്ടോമാറ്റിക്കായി പവർ ഫീഡാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 16 എന്ന് പറയുന്നത് സെൻസിറ്റീവ് ഹാൻഡ് ഫീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഹാൻഡിലാണ് 16. സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ നമുക്ക് വളരെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഹോൾസിനെ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഡ്രിൽ ബിറ്റ് ഇവിടെ ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ താഴേക്ക് വരുന്നത്, ആ ഡ്രിൽ ബിറ്റിൻ്റെ ഫീഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സെൻസിറ്റീവ് ഫീഡ് ഹാൻഡിൽ ഇവിടെ ഒരു സെപ്പറേറ്റ് സെൻസിറ്റീവ് ഫീഡ് ഹാൻഡിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇത് നമുക്ക് ഹാൻഡ് ഫീഡ്, ക്വിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡ് വീലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ എന്ത് ചെയ്യാനുള്ളത്, ഇത്രയും പാർട്സാണ്, അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ ഓവറോളായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. സോ ഇറ്റ് ഹാസ് എ റൗണ്ട് കോളം ഓൺ ദ ബേസ് വിച്ച് റെസ്റ്റ് ഓൺ ദ ഫ്ലോർ, an arm, a round table assembly and a drill head assembly. ഓക്കെ, എന്തൊക്കെയുള്ളത്, ഒന്ന് ഒരു റൗണ്ട് കോളമാണ് ഈ പില്ലർ ടൈപ്പ് അല്ലെങ്കിൽ റൗണ്ട് കോളം അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനുള്ളത്. നിങ്ങൾ കണ്ടു, ആ കോളം സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബേസ് ഉണ്ടായിരിക്കും. ആ ബേസ് റെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഫ്ലോറിലാണ്. പിന്നെ നമുക്കൊരു ആം ഉണ്ട്. ആ ആം ഏതാണ്, ഇതാണ് നമ്മുടെ എന്ത് ആം എന്ന് പറയുന്നത്. ഈ ആമിലാണ് നമ്മളെ എന്ത് കൊടുത്തിട്ടുള്ളത്, നമ്മളെ ഡ്രിൽ സ്പിൻഡിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ചെറിയൊരു ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ഓക്കെ, ചെറിയൊരു ഇത് വന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു റൗണ്ട് കോളം, ഒരു റൗണ്ട് കോളം ഉണ്ട്. അത് ഒരു ബേസിന് മുകളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ആ ബേസ് എവിടെയാണ്, ഫ്ലോറിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഫ്ലോറിലാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ആം ഉണ്ട്. ആം നമ്മൾ കണ്ടു, ഇതാണ് നമ്മളെ ആം. അതിലാണ് നമ്മുടെ ഡ്രിൽ സ്പിൻഡിൽ വരുന്നുണ്ട്, അതിൽ ഫീഡിങ് അറേഞ്ച്മെൻറ്റ് അതിൽ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഒരു റൗണ്ട് ടേബിൾ അസംബ്ലി. ഇവിടെ ഉള്ളത് നമുക്ക് എന്താണ്, ഈ ടേബിളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്
മിക്കവാറും ഈ റൗണ്ട് കോളം അല്ലെങ്കിൽ പില്ലർ ടൈപ്പ് മെഷീൻസിലൊക്കെ ഈ ടേബിളിൻ്റെ ഷേപ്പ്, ഈ വർക്ക് ടേബിളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, വർക്ക് ഫിക്സ് ചെയ്യുന്ന ഈ ടേബിളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആയിരിക്കും. ഓക്കെ, റൗണ്ട് ആയിരിക്കും. മേ ബി അത് റെക്റ്റാങ്കുലർ ആയിട്ടും വരാം, ബട്ട് മോസ്റ്റ്ലി അതെന്താണ്, റൗണ്ട് ആയിട്ടാണ് വരാറുള്ളത്. ദെൻ എ ഡ്രിൽ ഹെഡ് അസംബ്ലി, അത് ഇതാണ് ഡ്രിൽ ഹെഡ് അസംബ്ലി. ഓക്കെ, then the arm and table got 3 adjustments for locating the workpiece under the spindle. The arm and table got 3 adjustments for locating the workpiece under the spindle. ഇവിടുത്തെ ആമിനും അതുപോലെ തന്നെ ടേബിളിനും, ടേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ടേബിള് അതുപോലെ ആമ്, അതിനൊന്നിൻ്റെ മൂന്ന് അഡ്ജസ്റ്റ്മെൻറ്റ്, 3 രീതിയിൽ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ്? വർക്ക് പീസ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഹൈറ്റിലും പൊസിഷനിലും വെക്കാൻ വേണ്ടിയിട്ടാണ്. ഡിസൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ പൊസിഷനിലൊന്നും പറ്റില്ല, ഡിസൈഡ് എനി പൊസിഷനിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് പറ്റില്ല. എന്നാലും മോറോവർ നമുക്ക് വർക്ക് പീസിൻ്റെ ഹൈറ്റ് എപ്പോഴും എന്ത് ചെയ്യണം, ആ സ്പിൻഡിലിൻ്റെ അടിയിൽ തന്നെ വരണം. സ്പിൻഡിലിൻ്റെ മുകളിലായിട്ട് വർക്ക് പീസ് വന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്പിൻഡിലിൻ്റെ അടിയിൽ എന്തായാലും അതിന് താഴെ ആയിരിക്കണം ആരുണ്ടായിരിക്കേണ്ടത്, നമ്മുടെ വർക്ക് പീസ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വർക്ക് പീസിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അത് ചെയ്യാം. അത് 3 വിധത്തിൽ ഏതിലാണോ ചെയ്യുന്നത്, നമുക്കിവിടെ ടേബിളും ആമിലും എന്ത് ചെയ്യാം, 3 അഡ്ജസ്റ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. The table and the arm can be rotated around the column in an arc up to 180 degree and may be clamped at any position. അതായത് ആമും അതുപോലെ തന്നെ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നമുക്ക് ഇതിന് മുകളിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഈ കോളത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, ഈ കോളത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആമും പറ്റും, അതുപോലെ തന്നെ ടേബിളും പറ്റും. എത്രത്തോളം പറ്റും, 180 ഡിഗ്രി ആർക്ക്, 180 ഡിഗ്രി ആർക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആർക്ക് അത്രയും ഡിഗ്രിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ആമും ടേബിളും നമുക്കിവിടെ മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇവിടെ പോസിബിളാണ്. പിന്നെന്താണ്, ദ ടേബിൾ മേ ബി rotated 360 degree about its own axis for locating work pieces under the spindle. ഈ പറയുന്ന ടേബിൾ, നമ്മളെ വർക്ക് ടേബിൾ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അതിൻ്റെ ആക്സിസിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് അതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ 360 ഡിഗ്രി വേണമെങ്കിൽ അതിൻ്റെ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞ 180 ഡിഗ്രി എന്തിൻ്റെ ബേസിലാണ്, ആ 180 ഡിഗ്രി ഏത് സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്, അത് നമ്മളെ ഈ കോളത്തിൻ്റെ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ റൊട്ടേഷൻ നടക്കുന്നത്. അത് കൂടാതെ എന്ത് ചെയ്യാം, ഇവിടെ ഈ ടേബിളിനെ 360 ഡിഗ്രി എന്ത് ചെയ്യാനും പറ്റും, റൊട്ടേറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ 3 എണ്ണമായി. എന്താണ് ആദ്യത്തെ 2 എന്താണ്, 180 ഡിഗ്രിയിൽ വർക്ക് ടേബിളിനെയും അതുപോലെ ആമിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. കൂടാതെ ഈ ടേബിളിനെ അതിൻ്റെ ആക്സിസിൽ 360 ഡിഗ്രി എന്ത് ചെയ്യാനും പറ്റും, തിരിക്കാനും പറ്റും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് പീസ് സെറ്റ് ചെയ്യാൻ അതൊക്കെ എന്ത് ചെയ്യും, സഹായകമാണ്. The drill spindle is driven from a counter shaft by a flat belt and a bevel gears. ആ ഡ്രിൽ സ്പിൻഡിലിന് നമ്മൾ പറഞ്ഞതാണ്, ഡ്രിൽ സ്പിൻഡിലിന് പവർ കിട്ടുന്നത് എങ്ങനെയാണ്, ഒരു ഫ്ലാറ്റ് ബെൽറ്റ് യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ സ്റ്റെപ്പ്ഡ് കോൺ പുള്ളി വഴി ആണ്, അതൊരു കൗണ്ടർ ഷാഫ്റ്റ് വഴി ബെവൽ ഗിയർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡ്രിൽ സ്പിൻഡിലിന് പവർ ലഭിക്കുന്നത്, ഡ്രൈവ് കിട്ടുന്നത് അതുവഴിയാണ്. The machine can be started or stopped by shifting the belt from loose to tight pulley and vice versa. നമ്മൾ പറഞ്ഞു, നമുക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ നമ്മൾ എന്താ ചെയ്യുന്നത്, ബെൽറ്റ് എന്താ ചെയ്യുന്നത്, അവിടുത്തെ ഫ്ലാറ്റ് ബെൽറ്റ് ലൂസ് പുള്ളി, ആ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളിയിലെ ബെൽറ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി,
അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസ് പുള്ളിയിൽ നിന്ന് ഫാസ്റ്റ് സൈഡിലേക്ക് ബെൽറ്റ് പോയാൽ മെഷീൻ സ്റ്റാർട്ട് ആവും. ഫാസ്റ്റ് സൈഡിൽ നിന്ന് ലൂസ് സൈഡിലേക്കാണ് ബെൽറ്റ് പോകുന്നത്, ലൂസ് പുള്ളിയിലേക്കാണ് ബെൽറ്റ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും, മെഷീന് സ്റ്റോപ്പ് ആവും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ഫൂട്ട് പെഡൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നീട് എന്താ പറഞ്ഞത്, ദിസ് മെഷീൻ ഈസ് പർട്ടിക്കുലർലി ഇൻറ്റൻഡഡ് ഫോർ ലേറ്റർ വർക്ക്സ് ആൻഡ് ക്യാൻ ഡ്രിൽ ഹോൾസ് അപ് ടു 50 mm ഡയമീറ്റർ. അപ്പോൾ മെയിൻലി ഇതെന്താണ്, മീഡിയം സൈസ് വർക്കാണെന്ന് പറഞ്ഞാലും ലേറ്റർ വർക്ക്സ് ആണ്. കമ്പയർഡ് ടു നമ്മൾ നോക്കുമ്പോൾ ലേറ്റർ വർക്ക്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ റൗണ്ട് കോളം അല്ലെങ്കിൽ പില്ലർ ടൈപ്പിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻസിറ്റീവ് ഡ്രില്ലിംഗ് മെഷീനെക്കാട്ടും കുറച്ചും കൂടിയ വർക്കുകൾ എന്ത് ചെയ്യാം, ഇതിൽ ചെയ്യാൻ കഴിയും. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഡയമീറ്റർ എത്രയാണ്, 50 mm ഡയമീറ്റർ വരെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സെൻസിറ്റീവിൽ 15.5 mm ഡയമീറ്റർ വരെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ കഴിയുന്ന ഡ്രില്ലിൻ്റെ ഹോൾ ഡ്രിൽ ചെയ്യാൻ കഴിയുന്ന അളവെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വേറൊരു അറേഞ്ച്മെൻറ്റും കൂടിയുണ്ട്. നമുക്ക് ഈ പറയുന്ന ഡ്രിൽ സ്പിൻഡിലിനെ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിൽ മാത്രമല്ല നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുക, രണ്ട് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എന്തുണ്ട്, അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻസിൽ ഉണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ത്രെഡുകൾ കട്ട് ചെയ്യുന്ന സമയമുണ്ട്, ത്രെഡ് ടാപ്പിംഗ് എന്ന് പറയും. ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പിംഗ് ആണ് ചെയ്യാറ്. അപ്പോൾ ടാപ്പുകളൊക്കെയാണ് നമ്മൾ ഈ ഡ്രിൽ ബിറ്റിന് പകരം അവിടെ ടാപ്പുകൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഡ്രിൽ സ്പിൻഡിൽ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രില്ലിംഗ് മാത്രമല്ല ഡ്രിൽ മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുക. അതിൽ എന്താ ചെയ്യാം, റീമിങ് ചെയ്യാൻ ചിലപ്പോൾ കഴിയും. അതുപോലെ തന്നെ എന്താ ചെയ്യാം, ചിലപ്പോൾ ബോറിങ് ടൂൾ വേണമെങ്കിൽ അത് ഹോൾഡ് ചെയ്തിട്ട് ബോറിങ്ങും ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി കഴിയും. കുറേ ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡ്രില്ലിംഗ് മെഷീൻസിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ അതിലൊരു ഓപ്പറേഷനാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ത്രെഡ് കട്ട് ചെയ്യുക, ഒരു ഹോളിൻ്റെ ഉള്ളിൽ ത്രെഡ് കട്ട് ചെയ്യുക. അപ്പോൾ ആ ത്രെഡ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക, രണ്ട് ടൈപ്പ് ത്രെഡ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് ത്രെഡ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ഉണ്ട്. അതിൽ ഒരു ത്രെഡ് എന്ന് പറയുന്നത് വലത്തോട്ട് തിരിക്കുന്ന സമയത്ത് ടൈറ്റ് ആവുന്നതും, മറ്റേ ത്രെഡ് എന്ന് പറയുന്നത് ഇടത്തോട്ട് തിരിക്കുന്നത്. അതായത് ഒന്ന് ക്ലോക്ക് വൈസിൽ ഇരിക്കുമ്പോൾ ടൈറ്റ് ആവും, എന്നാൽ മറ്റേ ത്രെഡ് എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോഴാവും ടൈറ്റ് ആവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ത്രെഡ് അവിടെ ഫോം ചെയ്യണം. അപ്പോൾ അത് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡ്രിൽ സ്പിൻഡിൽ രണ്ട് ഡയറക്ഷനിൽ ഏതെങ്കിലും ആ ഡയറക്ഷൻ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡ്രിൽ സ്പിൻഡിലിനെ ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ ഫിഗർ മസ്റ്റായി പഠിക്കുക, പാർട്സ് കംപ്ലീറ്റ് പഠിക്കുക. ബാക്കി ഈ പറയുന്ന ഡിസ്ക്രിപ്ഷനൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഫിഗറൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരച്ചെടുക്കാൻ കഴിയുന്നുള്ളൂ. അല്ലാതെ കാണാപാടാണ്ട് പഠിക്കുകയല്ല ചെയ്യുക, കാര്യം മനസ്സിലാക്കിയിട്ടാണ് അത് എടുത്തിട്ടുണ്ടെങ്കിൽ വരയ്ക്കേണ്ടത്. ഓക്കെ, പിന്നെന്താണ്, അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ വേറൊരു ടൈപ്പും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്, കോളം ടൈപ്പ്. അപ്പോൾ കോളം ടൈപ്പ് നമ്മളവിടെ ഇവിടുത്തെ കോളത്തിൻ്റെ ഷേപ്പ് റൗണ്ടായിരുന്നു, വെറും കോളം ടൈപ്പ് അല്ല, അതിന് പേരുണ്ട് ബോക്സ് കോളം ടൈപ്പ് എന്നാണ് കേട്ടോ. വെറും കോളം ടൈപ്പ് എന്നല്ല, ബോക്സ് കോളം ടൈപ്പാണ്. അവിടെ റൗണ്ട് ആയിരുന്നെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു അതിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് ബോക്സ് ആയിരിക്കും. ഒരു ബോക്സ് രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക. ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ആ കോളത്തിന് ഉണ്ടായിരിക്കുക. നമ്മൾ കട്ട് ചെയ്ത് നോക്കിയാൽ അങ്ങനെ ഒരു ഷേപ്പാണ് ആ കോളത്തിന് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഈ ഒരു മെഷീന് കുറച്ചും കൂടി റിജിഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഹെവിയറുമാണ് നമ്മളെ റൗണ്ട് അല്ലെങ്കിൽ പില്ലർ ടൈപ്പ് അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനെ കാട്ടും. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഹെവിയർ ആയിട്ടുള്ള വർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇറ്റ് ഹാസ് എ സ്ക്വയർ ടേബിൾ ഫിറ്റഡ് ഓൺ ദ സ്ലൈഡ്സ് അറ്റ് ദി ഫ്രണ്ട് ഫേസ് ഓഫ് ദ ബോക്സ് കോളം ഓഫ് ദി മെഷീൻ. നമ്മുടെ മെഷീൻ്റെ കോളം എന്ന് പറയുന്നത് ബോക്സ് കോളം, ബോക്സ് ഷേപ്പ് ആണെന്ന് പറഞ്ഞു അതിൻ്റെ ക്രോസ് സെക്ഷൻ. അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ആം നമ്മുടെ ടേബിൾ മൂവ് ചെയ്യാനും അല്ലെങ്കിൽ ആമിനെ മൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൻ്റെ മുകളിൽ സ്ലൈഡുകൾ കൊടുത്തിട്ടുണ്ടാവും. സ്ലൈഡ് വേസ്, ലെയ്ത്തിനൊക്കെ കൊടുത്ത പോലെ സ്ലൈഡ് വേസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ
കോളത്തിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഏതിൽ? നമ്മളെ ബോക്സ് കോളം ടൈപ്പിൽ. ആ സ്ലൈഡ്സിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ക്വയർ ടേബിളിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് അവിടെയാണ് കൊടുത്തിട്ടുണ്ടാവുക. അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, സ്ക്വയർ ടേബിളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സ്ക്വയർ ടേബിളാണ്. മറ്റൊരുത്ത് എന്താണ്, റൗണ്ട് ടേബിളാണ്. ഇവിടെ സ്ക്വയർ ടേബിളാണ്. അത് റെക്റ്റാങ്കുലറും ആവാം കേട്ടോ. ഇവിടെ വേണമെങ്കിൽ റെക്റ്റാങ്കുലർ ടേബിൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ബോക്സ് കോളത്തിൽ യൂസ് ചെയ്യാം. പക്ഷെ മോസ്റ്റ്ലി എന്താണ്, സ്ക്വയർ ടേബിളാണ് വരിക. അപ്പോൾ ഹെവി ബോക്സ് കോളം ഗീവ്സ് ദ മെഷീൻ സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി. ഈ ബോക്സ് കോളം അല്ലെങ്കിൽ ആ ബോക്സ് സെക്ഷൻ്റെ പ്രത്യേകത എന്താണ്, വളരെ ഹെവിയാണ്. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെങ്ത്തും റിജിഡിറ്റിയും ആ മെഷീൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കുറച്ചും കൂടി വലിയ ഹെവിയർ ആയിട്ടുള്ള വർക്ക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചെയ്യാൻ കഴിയും. ഇറ്റ് ക്യാൻ ഡ്രിൽ ഹോൾസ് മോർ ദാൻ 50 mm ഇൻ ഡയമീറ്റർ. 50 mm ഡയമീറ്ററുള്ള ഹോൾസ് നമുക്ക് അവിടെ ഡ്രില്ല് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആ ടേബിളിനെ റേസ് ചെയ്യാനും അതുപോലെ ലോവർ ചെയ്യാനും. നമുക്കറിയാം ആ കോളത്തിൻ്റെ മുകളിൽ താഴേക്ക് മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് പീസിൻ്റെ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, അവിടെ ഒരു എലിവേറ്റിംഗ് സ്ക്രൂ എന്ത് ചെയ്തിട്ടുണ്ടാകും, ആ കോളത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അവിടെ റാക്ക് ആൻഡ് പിനിയൻ അറേഞ്ച്മെൻ്റ് അല്ല, എന്താണ്, ഒരു എലിവേറ്റിംഗ് സ്ക്രൂ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ച് പറയാനുള്ളത്. ഈ അപ്രൈറ്റ് ഡ്രില്ലിംഗ് മെഷീനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് ഡ്രില്ലിംഗ് മെഷീൻ എന്നുള്ളതാണ്. എന്താണ്, സ്റ്റാൻഡേർഡ് ഡ്രില്ലിംഗ് മെഷീൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ. ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതി. നമുക്ക് ഫിഗർ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. അതിൽ ഒന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാറില്ല, കണ്ടാറില്ല. ബട്ട് ആ ഡിസ്ക്രിപ്ഷന് എന്ത് ചെയ്യാം, ചോദിക്കാം. ഇപ്പോൾ ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇതിനെന്തുണ്ട്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു വർക്ക് ടേബിൾ ഉണ്ട്. ഇവിടെ കാണാം, ഒരു കോമൺ വർക്ക് വെക്കാനുള്ള കോമൺ ആയിട്ടുള്ളൊരു ടേബിൾ ഉണ്ട്. സെപ്പറേറ്റ് ഒറ്റ ബേസിൻ്റെ മുകളിൽ തന്നെ സെപ്പറേറ്റ് എന്തുണ്ട്, കോളംസ് കൊടുത്തിരിക്കുകയാണ്. ആ കോളംസിൻ്റെ മുകളിൽ സെപ്പറേറ്റ് ഓരോ കോളത്തിനും എന്തുണ്ട്, ഡ്രൈവ് ചെയ്യാനുള്ള മോട്ടർ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് മോട്ടറുണ്ട്, ഓരോന്നിനും ഡ്രൈവ് ചെയ്യാനുള്ള സെപ്പറേറ്റ് മോട്ടോർ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഓരോ സ്പിൻഡിലുണ്ട് അല്ലേ. അതാണ് ഇപ്പോൾ ഈ ഒരു ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ. ഇവിടെ എന്താ, വെൻ എ നമ്പർ ഓഫ് സിംഗിൾ സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ കോളംസ് ആർ പ്ലേസ്ഡ് സൈഡ് ബൈ സൈഡ് ഓൺ എ കോമൺ ബേസ് and have a common work table, the machine is known as gang drilling machine. ഓക്കെ, അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ബേസിൽ ഒരു കോമൺ വർക്ക് ടേബിളിൽ അതിൻ്റെ മുകളിൽ എന്താണ്, കുറേ സിംഗിൾ സ്പിൻഡിൽ, ഒറ്റ സ്പിൻഡിലുള്ള ഡ്രില്ലിംഗ് മെഷീൻസിൻ്റെ കോളംസ് എന്ത് ചെയ്തിരിക്കുകയാണ്, സൈഡ് ബൈ സൈഡായി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഒരു കോമൺ ബേസിൻ്റെ മുകളിൽ അല്ലേ. അപ്പോൾ അത്തരം ഡ്രില്ലിംഗ് മെഷീനാണ് ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പോൾ നമുക്ക് കുറേ ഓപ്പറേഷൻസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തുള്ള ഡ്രില്ലിംഗ് മെഷീനിലേക്ക് അങ്ങനെ കൊണ്ടുപോകാനാണ്, ടൈം ലാഗാണ്. അപ്പോൾ പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ വർക്ക് പീസിൽ തന്നെ എന്ത് ചെയ്യാം, സെയിം ആയിട്ടുള്ള കുറേ വർക്ക് പീസ് കുറേ ഓപ്പറേഷൻസ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കും. സെയിം ആയിട്ട് ഒരു വർക്ക് പീസിൽ കുറേ ഐഡൻറ്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ ഏരിയാസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരൊറ്റ വർക്ക് പീസിൽ തന്നെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഡ്രില്ലിങ്, ഡിഫറെൻറ്റ് ഡയമീറ്ററിലുള്ള ഹോൾസ് ഡ്രില്ല് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് നമുക്കിങ്ങനെ വേറെ ഡ്രിൽ ബിറ്റ് മാറ്റിയിടാനും അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാനും ഒക്കെ എന്താണ്, ടൈം നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് കൊടുത്തിരിക്കുന്ന ഒരു ഡ്രില്ലിംഗ് മെഷീനാണ് എന്ത്, ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ ഡ്രില്ലിൽ ഇപ്പോൾ ഒരു 10 mm ഹോളും ഈ വർക്ക് പീസിൽ വേണം. എന്നാൽ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ ആ വർക്ക് പീസിൻ്റെ വേറൊരു സൈഡിൽ അല്ലെങ്കിൽ ആ സൈഡ് വേറൊരു ഭാഗത്തായിട്ട് എന്ത് ചെയ്യണം, ഒരു 15 mm ഹോള് വേണം. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഡയമീറ്ററിലുള്ള ഡ്രില്ല് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രില്ലിങ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഡ്രില്ലിങ് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ അല്ലാത്ത ഓപ്പറേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും കഴിയും. അപ്പോൾ നമുക്ക് ടൈം എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ കഴിയും. സോ അതാണ് ആ ഗാങ് ഡ്രില്ലിംഗ് മെഷീൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എന്താണ്, മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ. പേരിൽ തന്നെ ഉണ്ട്, മൾട്ടിപ്പിൾ സ്പിൻഡിലാണ്. അതായത് നേരത്തെ നമ്മൾ കണ്ടതൊക്കെ എന്താണ്, സിംഗിൾ സ്പിൻഡിലാണ്. ഇവിടെയൊക്കെ ഒരൊറ്റ സ്പിൻഡിലുള്ളൂ.
അപ്പോൾ അതിലൊക്കെ നമുക്ക് ഓരോ ഡ്രിൽ ബിറ്റുകളാണുള്ളത് അല്ലേ, ഒരു കോളത്തിൽ ഒറ്റ സ്പിൻഡിൽ വെച്ചിട്ടുള്ളതാണ്. എന്നാൽ മൾട്ടിപ്പിൾ സ്പിൻഡിൽ എന്താണ്, ഒരു സിംഗിൾ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു സിംഗിൾ മോട്ടോർ യൂണിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ആ മോട്ടോർ യൂണിറ്റ് ഡ്രൈവ് ചെയ്യുന്നത് എന്താണ്, മൾട്ടിപ്പിൾ സ്പിൻഡിൽസ് ആണ്. ഒന്നിൽ കൂടുതൽ സ്പിൻഡിൽസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഡ്രിൽ ഹെഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ ഡ്രിൽ ബിറ്റുകൾ അല്ലെങ്കിൽ ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് ഒരു വർക്ക് പീസിൽ ഒന്നിൽ കൂടുതൽ ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ്, ഒരേ സമയത്ത് ഒരു വർക്ക് പീസിൽ ഒന്നിൽ കൂടുതൽ ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. മാസ് പ്രൊഡക്ഷൻ ഏരിയാസിലാണ് ഇത് കൂടുതൽ എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ മിഷൻ ഓൺ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, എല്ലാ ഡ്രിൽ ബിറ്റും എന്ത് ചെയ്യും, അവിടെ കടന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഒറ്റ വർക്ക് പീസിൽ തന്നെ ഡിഫറെൻറ്റ് ഡയമീറ്ററിലുള്ള ഹോൾസോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ അങ്ങനത്തെ ആവശ്യം വരാം. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ദ ഫംഗ്ഷൻ ഓഫ് ദ മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീൻ ഈസ് ടു ഡ്രിൽ എ നമ്പർ ഓഫ് ഹോൾസ് ഇൻ എ പീസ് ഓഫ് വർക്ക് simultaneously and to reproduce the same pattern of holes in a number of identical pieces in a mass production work. അപ്പോൾ മാസ് പ്രൊഡക്ഷൻ വർക്കിൻ്റെ പ്രത്യേകത എന്താണ്, ഒരേ കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരേ ഐഡൻറ്റിക്കൽ വർക്ക് അല്ലെങ്കിൽ ഒരേ പോലത്തെ സാധനം കുറേ ഉണ്ടാക്കുക എന്നുള്ളതാണ് മാസ് പ്രൊഡക്ഷനിൽ നടക്കുന്നത്, കുറേ നമ്പർ ഉണ്ടാക്കുക. അപ്പം അങ്ങനത്തെ ഏരിയാസിൽ ആണ് എന്ത് ചെയ്യുന്നത്, ഒരേ പാറ്റേൺ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും സുഖം എന്താണ്, ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഡ്രില്ലിംഗ് മെഷീനാണ്. ഏതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഗാങ് ഡ്രില്ലിംഗ് മെഷീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രില്ലിംഗ് മെഷീൻസിനെ കുറിച്ചിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡ്രില്ലിംഗ് മെഷീൻ അതുപോലെ ഡീപ്പ് ഹോൾ ഡ്രില്ലിംഗ് മെഷീനാണ്. അതിൽ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ നോക്കും. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഞാൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങളെ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.